നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആരോഗ്യ സംരക്ഷണത്തിന് മുഖ്യ കേന്ദ്രമാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അങ്കമാലിയെ കാഴ്ചയുടെ നഗരമാക്കി മാറ്റിയതാണ് എന്റെ ഭാഷ. നമ്മളെല്ലാം ജനിച്ച നാൾ മുതൽ കേൾക്കുന്ന വാക്കാണ് ലിറ്റിൽ ഫ്ലവർ ആശുപത്രി. സൗത്ത് ഇന്ത്യൻ മുയ് തായ് ചാമ്പ്യൻഷിപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. ചാലക്കുടിയിൽ ദേശീയപാതയോരത്ത് നീലക്കോഴികൾ തമ്പടിക്കുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിക്കുന്നു. പവന് ഒറ്റയടിക്ക് 800 രൂപ വർദ്ധിച്ച് 1,12,000 അടുക്കുകയാണ് സ്വർണ്ണവില. കൊരട്ടിയിൽ കോഫി ഷോപ്പ് ജീവനക്കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡിയെ അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. ആരോഗ്യ സംരക്ഷണത്തിന് മുഖ്യ കേന്ദ്രമാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നവതി ആഘോഷ സമാപനം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അധ്യക്ഷനായി. അങ്കമാലിയെ കാഴ്ചയുടെ നഗരമാക്കിയതാണ് ലിറ്റിൽ ഫ്ലവർ ആശുപത്രി എന്നും 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസവും തൊഴിൽ സാധ്യതകളും നേടിക്കൊടുക്കുവാൻ ഈ ആശുപത്രിക്ക് സാധിച്ചിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം ആരോഗ്യ സംരക്ഷണത്തിന്റെ മുഖ്യ കേന്ദ്രമായി ഈ സംസ്ഥാനത്തെ മാറ്റുക എന്നുള്ളതാണ് എന്നും രാജ്യത്തിന് പുറത്തുനിന്ന് ആളുകൾ കേരളത്തിൽ ചികിത്സ തേടിയെത്തണം, അതിനുള്ള മികച്ച ആശുപത്രിയിൽ കേരളത്തിൽ വളരണം, അതിന്റെ മുൻനിരയിൽ ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആശുപത്രിയിൽ വിവിധ സേവനങ്ങൾ നൽകിയും വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ ഇട്ടിര, ഡോക്ടർ E.J. മാണി, ഡോക്ടർ ജോസഫ് കെ ജോസഫ്, ഡോക്ടർ J.K. മുക്കാടൻ എന്നിവരെ മുഖ്യമന്ത്രി ആദരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം. ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല അനുഗ്രഹ പ്രഭാഷണം നടത്തി. ആശുപത്രി ഡയറക്ടർ ഫാദർ ജേക്കബ് ജോർജ് പാലക്കാപ്പിള്ളി, മന്ത്രി അഡ്വക്കേറ്റ് അബ്ദുൽ ഗഫൂർ, മോൺസിഞ്ഞൂർ ജിമ്മി പൂച്ചക്കാട്ട്, മോൺസിഞ്ഞൂർ ആൻഡോ ചേരാൻ തുരത്തി, ബെന്നി ബെഹ്നാൻ MP, ഹൈബിയഡൻ MP, മോൺസിഞ്ഞൂർ സെബാസ്റ്റ്യൻ വടക്കുംപാടൻ, സനീഷ് കുമാർ ജോസഫ് MLA തുടങ്ങിയവർ സംസാരിച്ചു. അങ്കമാലിയെ കാഴ്ചയുടെ നഗരമാക്കി മാറ്റിയതാണ് എന്റെ ഭാഷ. നമ്മളെല്ലാം ജനിച്ച നാൾ മുതൽ കേൾക്കുന്ന വാക്കാണ് ലിറ്റിൽ ഫ്ലവർ ആശുപത്രി. ഇവിടെ അഗ്രഹനായ കറ്റൽ പിതാവ് ചുരുങ്ങിയ വാക്കുകളിലൂടെ മനോഹരമായി ഈ ആശുപത്രിയുടെ പ്രസക്തിയെ കുറിച്ച് ഭംഗിയായി സൂചിപ്പിച്ചു. അതൊരു മഹനീയമായ സാന്നിധ്യമാണ്, ദൈവികമായ ഒരു സാന്നിധ്യമാണ്. വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് വെളിച്ചത്തെ കുറിച്ചാണ്. ആ വെളിച്ചത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അതൊരു ഡിവൈനായിട്ടുള്ള ദൈവികമായിട്ടുള്ള ഒരു നിയോഗമാണ്. വെളിച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ പറയുന്നത്. എല്ലാ ഇതവും കൂടി കിടക്കുന്ന സ്ഥലത്തേക്ക് വെളിച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. ആ വെളിച്ചത്തിലേക്കാണ് ഈ കണ്ണാശുപത്രി 10,000-കണക്കിന് ആളുകളെ നയിച്ചത് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രസക്തി. നമ്മുടെ ഈ നാടിന്റെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ആ വലിയ ഒരു സാന്നിധ്യമായിരുന്നു. ഞാൻ ഈ ആശുപത്രിയുടെ 90 വർഷക്കാലത്ത് ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അനുസ്മരിക്കുന്നു. അവർ ഓരോരുത്തർക്കും അതിൽ ചെറുതും വലുതുമായ പങ്ക് ഈ സ്ഥിതിയിലേക്ക് ആശുപത്രിയെ എത്തിച്ചതിലുണ്ട്. ഇന്നിപ്പോ അക്കാദമിക് രംഗത്തും ആശുപത്രി ശ്രദ്ധേയമായ സംഭാവനകൾ ചെയ്യുന്നു. ആയിരക്കണക്കിന് ആളുകൾ വിദ്യാർത്ഥികൾക്ക് തൊഴിലിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവസരം ഈ ആശുപത്രിയിൽ നിന്ന് സൃഷ്ടിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ നിന്ന് പഠിച്ചുപോയി ഈ രാജ്യത്തിനകത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും തൊഴിലെടുക്കുന്നത്. അതുവഴി വലിയ
കോൺട്രിബ്യൂഷനാണ്, വലിയൊരു സംഭാവനയാണ്. മാത്രമല്ല അതിനിടയിൽ പാമ്പ് കടിക്കുന്ന ചികിത്സയുടെ കാര്യത്തിൽ ഈ ആശുപത്രി മുന്നോട്ട് പോയി. ഞങ്ങളെല്ലാം MLA-മാരായിരിക്കുമ്പോൾ പെട്ടെന്ന് പറയും പാമ്പ് കടിച്ചു, ഞാൻ പറഞ്ഞത് എങ്ങോട്ടാ കൊണ്ടുപോയത്, അവർ എല്ലാം ഇല്ലേക്കണം, ഒരു ആശ്വാസമാവും. കാരണം എന്തെങ്കിലും ഒരു ചെറിയ നിവൃത്തി ഉണ്ടെങ്കിൽ ആള് രക്ഷപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് എല്ലാത്തിലേക്ക് വന്നത്. അത്രമാത്രം ഒരു റിലീഫായിരുന്നു. കാരണം ഞാൻ പറമ്പിൽ നിന്നും അവിടെ നിന്നും ആളുകളെ കൊണ്ടുവരുമ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കാതെ എങ്ങോട്ടാ കൊണ്ടുപോയത്, ഈ ഇങ്ങോട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അതൊരു ആശ്വാസമാണ്. ആ രീതിയിൽ ആ ചികിത്സാലയത്തിൽ എത്രയോ പേരാണ് പണ്ട് ആ സൗകര്യം ഇല്ലാതിരുന്നതുകൊണ്ട് മരിച്ചു പോയതും ആ വിരൂപരാക്കപ്പെട്ടതുമായ ആളുകൾ ധാരാളം ആളുകളുണ്ട്. സൗത്ത് ഇന്ത്യൻ മുയ്ത്തായ് ചാമ്പ്യൻഷിപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. 1 പഞ്ച് എഗ്നൈസ് ഡ്രഗ് എന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സ്കാർഫേസ് കോമ്പാറ്റ് ക്ലബിന്റെയും റോട്ടറി ക്ലബ് ഓഫ് ചാലക്കുടി സൗത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മുയ്ത്തായ് ചാമ്പ്യൻഷിപ്പ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള സാമൂഹിക സന്ദേശം നൽകുകയാണ് ചാമ്പ്യൻഷിപ്പ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. 3 കാറ്റഗറികളായാണ് മത്സരം നടത്തുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 450ഓളം പേരാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച സമാപിക്കും. Under 10 boys category, no face touches, no face strikes, only body strikes with light contact. ചാലക്കുടിയിൽ ദേശീയപാതയോരത്ത് നീലക്കോഴികൾ തമ്പടിക്കുന്നു. നഗരസഭാ ക്രിമിറ്റോറിയത്തിന് സമീപമാണ് നീലക്കോഴിക്കൂട്ടം ചേക്കേറിയിരിക്കുന്നത്. 100 കണക്കിന് നീലക്കോഴികളാണ് ഇവിടുത്തെ കൈതോലക്കൂട്ടത്തിൽ കൂടുകെട്ടിയിട്ടുള്ളത്. വെള്ളവും ഭക്ഷണവും സുലഭമായി ഈ പ്രദേശത്തു നിന്നും ലഭിക്കുന്നതാണ് ഇവ ഇവിടെ തമ്പടിക്കാൻ കാരണം. സമീപത്തെ പാടശേഖരങ്ങളിലും തോടുകളിൽ നിന്നും മത്സ്യമടക്കമുള്ളവ ലഭിക്കുന്നതിനാൽ ഇവ കൂട്ടമായി ഇവിടെ എത്തിയിട്ടുണ്ട്. നെൽകൃഷി വ്യാപകമായി നശിപ്പിക്കുന്ന നീലക്കോഴികൾ കർഷകർക്ക് തലവേദനയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകിയിരുന്ന പ്രവർത്തനം അവസാനിപ്പിച്ച UDF സർക്കാരിനെതിരെ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CATU ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. CATU സംസ്ഥാന കമ്മിറ്റി അംഗം A. സിയാവുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചാലക്കുടിയിൽ നടന്ന പ്രതിഷേധ പൊതുയോഗത്തിൽ യൂണിയൻ ഏരിയ പ്രസിഡന്റ് ലെസ്ലിൻ ജോസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് KP തോമസ്, PV ഷാജൻ മാസ്റ്റർ, ഏരിയ സെക്രട്ടറി PR ബിബിൻ രാജ്, MN ദിലീപ് എന്നിവർ പ്രസംഗിച്ചു. ഉത്തരവ് പ്രകാരം കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി വളരെ സുതാര്യമായി വളരെ പെട്ടെന്നും അതിവേഗവും ആളുകൾക്ക് ഉപകാരപ്രദമായി പെൻഷൻ കൊടുക്കുന്നത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമാണ്. അതിനെ രക്ഷിക്കാൻ തന്നെ കഷ്ടപ്പെട്ട് ഇതുമാതിരി ലാഭത്തിലേക്കാക്കി 10 വർഷത്തെ പ്രവർത്തനത്തിലൂടെ സർക്കാർ എല്ലാ മാസവും പെൻഷൻ കൊടുക്കാനുള്ളതിനെയും ഒപ്പം തന്നെ ശമ്പളം കൊടുക്കാനുള്ളതിനെയും സർക്കാരിനോട് കൊടുത്തുകൊണ്ട് സാമൂഹ്യമായും ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ് അതെന്ന ബോധ്യത്തോടുകൂടി നിലനിർത്തി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് വന്നത്. ഇത് ഇപ്പോഴത്തെ ബന്ധപ്പെട്ട മന്ത്രി പറഞ്ഞെങ്കിൽ കേട്ടല്ലോ, ആക്ഷേപിക്കുകയല്ലേ സ്ത്രീകളെ, അവരെ ആക്ഷേപിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ അതിൻ്റെ പുറകിൽ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, 5-6 ദിവസം കഴിയുമ്പോൾ നടത്തുകൊണ്ടുപോകാൻ കഴിയില്ല, ഞങ്ങൾ നടത്തി കൊടുക്കുക, പ്രൈവറ്റ് നടത്തി കൊടുത്ത് ഞങ്ങൾ അവസാനിപ്പിച്ച് കൊണ്ട് പോകാനുള്ളൊരു ന്യായീകരണം സൃഷ്ടിക്കുകയാണ്. അതുപോലെ ഓരോ മേഖലയിൽ അതിൻ്റെ പുറകിൽ വരുന്ന കാര്യം 2 നയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ LDF ഗവൺമെൻറ് BJPയും UDFും എടുത്തുകൊണ്ടിരിക്കുന്ന നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അടിത്തട്ടിൽ നടക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് സഹായം ചെയ്യാൻ വേണ്ടി പൂർണ്ണമായി സഹായിക്കാൻ വേണ്ടിയിട്ട് പരമാവധി സഹായങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതി ആവിഷ്കരിച്ചു, ചർച്ച ചെയ്തു, നടപ്പിലാക്കി, സാധ്യമാണെന്ന് തെളിയിച്ചു.
അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ ഭരണമാറ്റം വന്നപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നേരത്തെ കൊണ്ടുവന്ന അതേ നയം വീണ്ടും കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമം നടത്തുകയാണ്. അത് അതിവിദഗ്ധമായി ചെയ്യാൻ പറ്റിയ കുറച്ച് ആളുകളെ കൂടി ഇഷാര ഗോൾഡൻ ഡയമണ്ടിൽ പൊന്നിൻ ചിങ്ങം ഓഫർ ആരംഭിച്ചു. ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 1 മുതൽ 31 വരെ ആന്റിക്, നഗാസ്, ചെട്ടിനാട്, കുവൈറ്റി എന്നീ സെലക്ടഡ് ആഭരണങ്ങൾക്ക് 7.99% മാത്രം കൂലി ഈടാക്കുന്നു. കൂടാതെ മറ്റ് ആഭരണങ്ങൾക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭിക്കുമെന്ന് ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം അറിയിച്ചു. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നു പൊന്നിൻ ചിങ്ങം ഓഫർ. ഈ കാലയളവിൽ നഗാസ്, ആൻറ്റിക്ക്, ചെട്ടിനാട്, കുവൈറ്റി എന്നീ പ്രീമിയം സെഗ്മെൻറ്റ് സെലക്റ്റഡ് ഓർണമെൻറ്റ്സിന് 7.99% മാത്രമേ ഉള്ളൂ. ഓണാഘോഷങ്ങളുടെ ഭാഗമായി 18, 14, 9 ക്യാരറ്റ് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിട്ടുണ്ടെന്ന് ഇഷാര MD സാഗർ പോട്ടയിലും അറിയിച്ചു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഓഫർ ഓഗസ്റ്റ് 31 വരെ മാത്രമേ ഉള്ളൂ. കൂടാതെ മറ്റെല്ലാ ആഭരണങ്ങൾക്കും ഈ കാലയളവിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ചിലത് സ്ഥിരം കസ്റ്റമറാണ്, ഒരു ചെയിൻ എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഓണത്തിൻ്റെ ഓഫർ നടക്കണമെന്ന് പറഞ്ഞത്. ഈ ചെയിനൊക്കെ 7.9 പണിക്കൂടി വരുന്നുള്ളൂ. പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ടൊക്കെ. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങളൊക്കെ മാറ്റി ഞാനൊരു നെക്ലേസ് എടുക്കാൻ തീരുമാനിച്ചു. എല്ലാ മാന്യ ഉപഭോക്താക്കൾക്കും അഡ്വാൻസ്ഡ് ഓണം ആശംസകൾ PRO ഉബൈദു നേർന്നു. എല്ലാ മാന്യ കസ്റ്റമേഴ്സിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിന്റെ അഡ്വാൻസ് ഓണം ആശംസകൾ നേരുന്നു. ഈ ഓഫർ ഇഷാര കൊടകര ഷോപ്പിലും ലഭിക്കുമെന്ന് ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാര അറിയിച്ചു. കോക്രോച്ച് ജനതാ പാർട്ടി ഉന്നയിച്ച വിഷയങ്ങൾ കോൺഗ്രസ് മുൻപ് തന്നെ ഏറ്റെടുത്തിരുന്നുവെങ്കിലും ജൻസികളുടെ മനസ്സറിയുന്നതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്ന് ആത്മപരിശോധന നടത്തണമെന്ന് കോൺഗ്രസ് MP ശശി തരൂർ. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി ഉന്നയിച്ച വിഷയങ്ങൾ കോൺഗ്രസിന്റെ ചാത്രോ കി ഗൂഞ്ച് എന്ന ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു. എന്നാൽ CJPയുടെ പ്രക്ഷോഭത്തിന് ലഭിച്ചതുപോലെയുള്ള സ്വീകാര്യത തങ്ങളുടെ പാർട്ടി പ്രചാരണത്തിന് ലഭിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുംബൈയിൽ നടന്ന സംവാദ പരിപാടിയിലാണ് തരൂരിന്റെ പ്രതികരണം. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സമ്പർക്ക പരിപാടി CJPയുടെ പ്രതിഷേധത്തോളം ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നത് വസ്തുതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജന്തർ മന്ദിറിൽ CJP ഉന്നയിച്ച വിഷയങ്ങൾ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ ഏറ്റെടുത്തിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ചാത്രോ കി ഗൂഞ്ച് എന്ന പേരിലായിരുന്നു ക്യാമ്പയിൻ. എന്നാൽ CJPയുടെ പ്രതിഷേധത്തോളം കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സമ്പർക്ക പരിപാടിക്ക് സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചില്ല. നമുക്ക് എവിടെയാണ് പിഴച്ചതെന്ന് നമ്മൾ സ്വയം ചോദിക്കണം. ജൻസികളെ കേൾക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. ജൻസികളുടെ മനസ്സ് അറിയുന്നതിൽ നമുക്ക് വീഴ്ച പറ്റിയോ? ഇക്കാര്യങ്ങളിലെല്ലാം ആത്മപരിശോധന ആവശ്യമാണ്, ശശി തരൂർ വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ ആദ്യം ശബ്ദമുയർത്തിയവരിൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ NSU ഉൾപ്പെടുന്നു. മെയ് 12-ന് NSU ഡൽഹിയിൽ വൻ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. ചോദ്യപേപ്പർ ചോർച്ച ആരോപണത്തെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നീറ്റ് പരീക്ഷ റദ്ദാക്കി ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഇത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജൂൺ 17-നാണ് രാജസ്ഥാനിലെ കോട്ടയിൽ നിന്ന് ചാത്രോം കി ഗൂഞ്ച് പ്രചാരണം ആരംഭിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിക്കുന്നു. പവന് ഒറ്റയടിക്ക് 800 രൂപ വർദ്ധിച്ച് 1,12,000 അടുക്കുകയാണ് സ്വർണ്ണവില.
1,11,720 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ പുതിയ വില. ഗ്രാമിന് ആനുപാതികമായി 100 രൂപയാണ് കൂടിയത്. 13,965 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. 4 ദിവസത്തിനിടെ 6,000 രൂപയുടെ വർധനവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത്. രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിച്ചതോടെയാണ് കേരളത്തിലും വില കുതിച്ചത്. രാജ്യാന്തര വിപണിയിൽ ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ കയറ്റത്തിലാണ് സ്വർണ്ണവില. ഈ ആഴ്ച ഇതിനോടകം 7% വില വർദ്ധിച്ചത്. ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞതും പലിശ നിരക്കിൽ മാറ്റം വരുത്താതെ US കേന്ദ്ര ബാങ്ക് പ്രഖ്യാപിച്ച പണ വായ്പ നയ പ്രഖ്യാപനവുമാണ് സ്വർണ്ണവിലയെ സ്വാധീനിച്ചത്. വരും ദിവസങ്ങളിലും അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തെ വിലയിൽ വ്യതിയാനങ്ങൾ തുടരാൻ സാധ്യതയുണ്ട്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി കാലവർഷക്കെടുതിയിൽ വലിഞ്ഞ കേരളത്തിന് ആശ്വാസമായി മഴയുടെ ശക്തി കുറയുന്നു. 0 മുതൽ 15.6 മില്ലിമീറ്റർ വരെ ലഭിക്കുന്ന മഴയാണ് നേരിയ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 15.6 മില്ലിമീറ്റർ മുതൽ 64.4 മില്ലിമീറ്റർ വരെ ലഭിക്കുന്ന മഴയാണ് ഇടത്തരം മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞായറാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞായറാഴ്ച മുതൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൂട്ടൽ. UPI ഇടപാടുകൾക്കുള്ള മർച്ചന്റ് ചാർജുകളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നതിനിടെ വിഷയത്തിൽ വ്യക്തത വരുത്തി പേയ്മെന്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ. സാധാരണ ഉപഭോക്താക്കൾക്ക് UPI സേവനം പൂർണ്ണമായും സൗജന്യമായി തന്നെ തുടരുമെന്നും പണം സ്വീകരിക്കുന്നതിന് ചെറുകിട വ്യാപാരികളിൽ നിന്ന് യാതൊരു ചാർജും ഈടാക്കില്ലെന്നും PCI അറിയിച്ചു. 2016 ആരംഭിച്ചതു മുതൽ ഉപഭോക്താക്കൾക്ക് UPI സൗജന്യമാണെന്നും വ്യക്തിഗത ഇടപാടുകൾക്ക് ഫീസ് ഏർപ്പെടുത്താൻ നിലവിൽ യാതൊരു നിർദ്ദേശവുമില്ലെന്നും എക്സിലൂടെ PCI വ്യക്തമാക്കി. സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും ഡിജിറ്റൽ പേയ്മെന്റുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UPI രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് UPI നിർണായക പങ്കാണ് വഹിക്കുന്നത്. ചെറുകിട വ്യാപാരികൾ UPI വഴി പണം സ്വീകരിക്കുന്നതിന് മർച്ചന്റ്സ് ഡിസ്കൗണ്ട് റേറ്റ് നൽകേണ്ടതില്ല. രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് ചെറുകിട ബിസിനസ്സുകൾക്ക് അധിക സാമ്പത്തിക ബാധ്യതകളില്ലാതെ ഡിജിറ്റൽ പേയ്മെന്റുകൾ സ്വീകരിക്കാൻ UPI സഹായകരമായിട്ടുണ്ട്. ഇത്തരം ചെറുകിട സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നത് പ്ലാറ്റ്ഫോമിന്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും PCI ചൂണ്ടിക്കാട്ടി. ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തന ചെലവും നിലനിൽപ്പും സംബന്ധിച്ച് ചർച്ചകൾ വീണ്ടും സജീവമായ പശ്ചാത്തലത്തിലാണ് ഈ വിശദീകരണം. ഉപഭോക്താക്കളിൽ നിന്ന് തുക ഈടാക്കുന്നതിനെക്കുറിച്ചെല്ലാം മറിച്ച് പ്രതിമാസം കോടിക്കണക്കിന് ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനത്തിന് ദീർഘകാല പിന്തുണ ഉറപ്പാക്കുന്നതിനെക്കുറിച്ചാണ് ചർച്ചകൾ നടക്കുന്നതെന്ന് PCI കൂട്ടിച്ചേർത്തു. കാലടിയിലെ നിലവിലുള്ള പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. 14 വരെ രാത്രികളിലാണ് പണികൾ. ഈ ദിവസങ്ങളിൽ 11 തീയതി ഒഴികെ രാത്രി 10 മുതൽ രാവിലെ 6 വരെ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിക്കും. കർക്കിടക വാവ് പ്രമാണിച്ച് 11 രാത്രി പാലത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് മനോജ് മൂത്തേടൻ MLA അറിയിച്ചു. മറ്റു ദിവസങ്ങളിൽ രാത്രി നിരോധന സമയത്ത് അങ്കമാലി ഭാഗത്തു നിന്ന് MC റോഡ് വഴി പോകേണ്ട വലിയ വാഹനങ്ങൾ ആലുവ പെരുമ്പാവൂർ വഴിയും പെരുമ്പാവൂരിൽ നിന്ന് തിരികെ ഇതേ വഴിയും അങ്കമാലി ഭാഗത്തു നിന്നുള്ള ചെറുകിട വാഹനങ്ങൾക്ക് കാലടിക്കടുത്ത് മറ്റൂരിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് മലയാറ്റൂർ കോടനാട് പാലം വല്ലം വഴിയും ഇതുവഴി തന്നെ തിരികെയും പോകാവുന്നതാണ്. മൂവാറ്റുപുഴ പെരുമ്പാവൂർ ഭാഗത്തു നിന്ന് കൊച്ചി വിമാനത്താവളത്തിലേക്കുള്ള വാഹനങ്ങൾ പെരുമ്പാവൂരിനും കാലടിക്കും ഇടയിൽ വല്ലം ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വല്ലംകടവ് പാറപ്പുറം പാലം കാഞ്ഞൂർ വഴി പോകണം. തിരിച്ചും ഈ വഴി ഉപയോഗിക്കാവുന്നതാണ്. ലഹരിവിരുദ്ധ പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും കീഴ്പ്പെട്ടവർക്കുള്ള ചികിത്സാ പദ്ധതികളും പുനരധിവാസ മാർഗങ്ങളും സജ്ജമാക്കണമെന്ന് കേരള മദ്യലഹരി വിരുദ്ധ ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ചാർലി പോൾ. ക്വിറ്റ് ലിക്കർ ഡേ ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാന തലത്തിലെ ഉപവാസ ധർണ എറണാകുളം കച്ചേരിപ്പടി ഗാന്ധി സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് വേട്ടയൊന്നുകൊണ്ട് മാത്രം ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപനം നിലയ്ക്കുന്നില്ല. നുള്ളി മാറ്റും തോറും പൊട്ടിമുളയ്ക്കുന്ന വിഷച്ചെടികളുടെ വളർച്ചയാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഉണ്ടാക്കി തീർക്കുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും ഇരകളായി മാറിയവരെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തിയാൽ മാത്രമേ ലഹരി ആവശ്യപ്പെടുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കൂ. രാഷ്ട്രീയ, മത, സാമൂഹ്യ സംഘടനകൾ തുടങ്ങി എല്ലാവരുടെയും കൂട്ടായ്മയും ജാഗ്രതയും ഉണ്ടായാൽ മാത്രമേ ലഹരി വിരുദ്ധ പോരാട്ടം വിജയിക്കുകയുള്ളൂ. മദ്യവും വിനാശകരമാണ്. അതിനെതിരെയും
സർക്കാർ നിലപാട് സ്വീകരിക്കണമെന്നും അഡ്വക്കേറ്റ് ചാർലി പോൾ തുടർന്ന് പറഞ്ഞു. യോഗത്തിൽ ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി ഡോക്ടർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മദ്യലഹരി വിരുദ്ധ ഭാരവാഹികളായ ഷൈബി പാപ്പച്ചൻ, ജെയിംസ് കോറമ്പേൽ, ഹിൽട്ടൺ ചാൾസ്, കെ വാമലോചനൻ, ML ജോസഫ്, മാർക്കോസ് എബ്രഹാം, കെ സൈനബ, PV സുശീല, KV ജോണി, വിജയൻ P മുണ്ടിയാത്ത്, ബെന്നി പൈനാടത്ത്, തോമസ് മറ്റപ്പള്ളി, സിബി ആന്റണി, TY ഷിബു, റോയി പടയാട്ടി എന്നിവർ പ്രസംഗിച്ചു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മദ്യത്തിനെതിരെയുള്ള പോരാട്ടവും നടത്താൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇറങ്ങിപ്പോകുമ്പോൾ 29 വിദേശ മദ്യഷാപ്പുകൾ മാത്രമുണ്ടായിരുന്നിടത്ത് ഇന്ന് 900-ലേറെ മദ്യശാലകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് മദ്യശാലകളുടെ എണ്ണം പടിപടിയായി കുറച്ചുകൊണ്ടുവന്ന് സമ്പൂർണ്ണമായ ഒരു മദ്യനിരോധനത്തിലേക്ക് കേരളത്തെ നടന്നെടുപ്പിക്കാൻ ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. രാസലഹരികൾ ഭീകരമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനേക്കാൾ ഉപരിയായി കുടുംബങ്ങളെ തകർക്കുന്ന വലിയൊരു വിപത്താണ് മദ്യവും എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മദ്യത്തിനെതിരെയുള്ള വലിയ പോരാട്ടത്തിനും ഈ ഗവൺമെന്റ് തുടക്കം കുറിക്കേണ്ടിയിരിക്കുന്നു. വീര്യം കുറഞ്ഞ മദ്യം ഒഴുക്കാനുള്ള നയങ്ങളിൽ നിന്നും ഈ ഗവൺമെന്റ് മാറേണ്ടതായിട്ടുണ്ട്. രണ്ടിലും അടങ്ങിയിരിക്കുന്നത് സ്പിരിറ്റ് എന്ന് പറയുന്ന രാസവസ്തുവാണ്. രണ്ടും തലച്ചോറിനെ ഒരേ ക്രമത്തിലാണ് ബാധിക്കുന്നത്. ഡോപ്പമിൻ എന്ന് പറയുന്ന വസ്തുവാണ് മദ്യപിക്കുമ്പോഴും രാസവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ മനുഷ്യർ. കൊരട്ടിയിൽ കോഫി ഷോപ്പ് ജീവനക്കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി അറസ്റ്റ് ചെയ്തു. മുരിങ്ങൂർ കട്ടപ്പുറം ഗോപുരാൻ വീട്ടിൽ 38 വയസ്സുള്ള സ്നേഹേഷിനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ 7-ന് അർദ്ധരാത്രി 12:30ഓടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കൊരട്ടിയിലെ കോഫി കപ്പ് എന്ന കടയിൽ ജോലി ചെയ്യുന്ന ആസാം നഗോൺ സ്വദേശി 21 വയസ്സുള്ള സരീഫുലിനെയാണ് പ്രതി ആക്രമിച്ചത്. കടയിലേക്ക് കാപ്പി ചോദിച്ചു വന്ന പ്രതി 2 കാപ്പി കുടിച്ച ശേഷം പണം നൽകാതെ വീണ്ടും കാപ്പി ആവശ്യപ്പെടുകയായിരുന്നു. പണം ആവശ്യപ്പെട്ട സമയത്ത് ജീവനക്കാരനെ അസഭ്യം പറയുകയും കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഷർട്ടിൽ കുത്തിപ്പിടിച്ച് റോഡിലേക്ക് തള്ളിയിടാനും ശ്രമിച്ചു. സ്നേഹേഷ് കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ കേസിലും ഒരു അടിപിടി കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച 4 കേസുകളിലും മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനം ഓടിച്ച മറ്റൊരാൾക്ക് ഗുരുതര പരിക്കേൽക്കാൻ ഇടയായ കേസിലുമടക്കം 7 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ SHO N ഹബീബുള്ള, SI-മാരായ ബസന്ത്, സുമേഷ്, ഗ്രേഡ് SPO-മാരായ നിഖിലൻ, അഭിലാഷ്, ഉണ്ണി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ചാലക്കുടി ചേനത്തിനാട് ആലപ്പാട്ട് കുഞ്ഞുവറി ജോയ് നിര്യാതനായി. 77 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11-ന് ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആരോഗ്യ സംരക്ഷണത്തിന് മുഖ്യ കേന്ദ്രമാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അങ്കമാലിയെ കാഴ്ചയുടെ നഗരമാക്കി മാറ്റിയത് അമേരിക്കൻ ഭാഷ. നമ്മളെല്ലാം ജനിച്ച നാൾ മുതൽ കേൾക്കുന്ന വാക്കാണ് ലിറ്റിൽ ഫ്ലവർ ആശുപത്രി. സൗത്ത് ഇന്ത്യൻ മുയ് തായ് ചാമ്പ്യൻഷിപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. ചാലക്കുടിയിൽ ദേശീയപാതയോരത്ത് നീലക്കോഴികൾ തമ്പടിക്കുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിക്കുന്നു. പവന് ഒറ്റയടിക്ക് 800 രൂപ വർദ്ധിച്ച് 1,12,000-ലേക്ക് അടുക്കുകയാണ് സ്വർണ്ണവില. കൊരട്ടിയിൽ കോഫി ഷോപ്പ് ജീവനക്കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.